എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ഗൗരവമുള്ള ഒരു വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. വചന ശുശ്രൂഷ കഴിയുന്നതുവരെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുകയും അങ്ങനെ അത് മറ്റുള്ളവർക്കും എല്ലാവർക്കും സൗകര്യപ്രദമായി വചനം കേൾക്കുന്നതിന് സൗകര്യമായി തീരുകയും ചെയ്യും. 2 കൊറിന്തോസ് 3:18. നമുക്ക് വായിക്കാം. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം: കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യനച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാം: ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം: ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓണമൊക്കെ അല്ലേ, കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് പല്ലൊക്കെ കാണിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ഈശോയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കുലുങ്ങി കുലുങ്ങി ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ, ചിലവരോട് കുലുങ്ങി കുലുങ്ങി ചിരിക്കാൻ പറഞ്ഞിട്ട് ഇതെങ്ങനെ ഇരിക്കും? ഇതെന്ത് മൂടാണ്? ഹല്ലേലൂയ അല്ലേ? എന്താണ് മൂട്? ഓണം മൂടോ? മഴ മൂടാണ് അല്ലേ? നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഇത്ര പോലെ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ. പുറത്തിറങ്ങരുതെന്ന് കളക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ പുറത്തിറങ്ങും അല്ലേ? ഹല്ലേലൂയ. നിങ്ങളെ അച്ഛൻ പ്രത്യേകമായി ആരംഭത്തിൽ തന്നെ അഭിനന്ദിക്കുകയാണ്. കാരണം ഉരുൾപൊട്ടി നമ്മുടെ പല പുഴകളൊക്കെ നിറഞ്ഞ് പാലങ്ങൾ ഓവർഫ്ലോ, പാലത്തിന് മീതെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ വചനം കേൾക്കാനും കർത്താവിനെ ആരാധിക്കാനും ഓടിയെത്തുക എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ ഒരു പെരുമഴയ്ക്കും കെടുത്താനാകാത്ത ദൈവസ്നേഹത്തിന്റെ അഗ്നിജ്വാലയുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ എന്ത് സഹനമുണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും കർത്താവിന്റെ അടുത്തിലേക്ക്, പൗലോസ് പറയുന്നത് പോലെ, കഷ്ടമോ ദുരിതമോ ദുഃഖമോ വാളോ ആപത്തോ എന്തു വന്നാലും എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയുകയില്ല ഒന്നിനും. നമുക്കെന്ത് മതി? യേശുനാമം മാത്രം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമുക്ക് ഈശോയോടുള്ള ആ സൗഹൃദമാണ് നമ്മെ ഈശോയുടെ അടുത്തേക്ക് അടുപ്പിക്കുന്നത്. ഈശോയോടുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു തീ കൂട്ടിയിട്ടിട്ട്, തീ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്, അതിൻ്റെ നടുക്ക് നായികയെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ നായകൻ എന്ത് ചെയ്യും? എത്ര തീ കൂട്ടിയിട്ടാലും അതിൻ്റെ മീതെ നായകൻ അല്ലേ
മണവാളൻ, സ്നേഹിതൻ പറന്നു ചെന്ന് ആ തീയുടെ നടുവിൽ നിന്ന് നായികയെ പുറത്തു കൊണ്ടുവരും, അല്ലെങ്കിൽ തൻ്റെ സ്നേഹിതയെ പുറത്തു കൊണ്ടുവരും. അങ്ങനെയുള്ള ആളാണ് നായകൻ. തീ കാണുമ്പോൾ ഓടിപ്പോകുന്നവനെ നായകൻ എന്ന് വല്ലവരും വിളിക്കുമോ? ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ തന്നെ മണവാട്ടിയും എങ്ങനെയാണ്? നായകൻ ഒരു ആപത്തിൽ പെട്ടിരിക്കുകയാണ്. നായകൻ ആപത്തിൽ പെട്ടിരിക്കുമ്പോ നായകൻ പെട്ടിരിക്കുന്ന ആപത്തിലേക്ക് എടുത്തു ചാടുന്ന ആളാണ് നായിക. അവൻ ആപത്തിൽ പെട്ടു, അവൻ തീർന്നു, ഇനി അങ്ങോട്ട് പോകണ്ട എന്ന് പറയുന്നവൻ ആരല്ല? നായികയല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് തന്നെയാണ് അച്ഛനത് ആമുഖമായി പറഞ്ഞത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അത് തന്നെയായതുകൊണ്ടാണ്. എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം? ഈശോയുമായിട്ടുള്ള സൗഹൃദമാണ് നമ്മളുടെ പഠന വിഷയം. നമ്മൾ പറഞ്ഞു അമ്മ ത്രേസ്യയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ആഴ്ചകളിലാണ്. ഇന്നടക്കം ഇനി 6 ആഴ്ചകൾ കഴിഞ്ഞാൽ അമ്മ ത്രേസ്യയുടെ തിരുനാളായി. അമ്മ ത്രേസ്യ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്നങ്ങളിൽ ഒന്ന് ഈശോയുമായിട്ടുള്ള ഈ സൗഹൃദമാണ്. കാരണം അമ്മ ത്രേസ്യ പ്രാർത്ഥനയെ തന്നെ എന്തായിട്ടാണ് പഠിപ്പിക്കുന്നത്? സൗഹൃദമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. പ്രാർത്ഥന എന്താണ്? ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ പ്രാർത്ഥന എന്താണ്? ഫ്രണ്ട്ഷിപ്പാണ്. ഈ ഫ്രണ്ട്ഷിപ്പാണ് വിശുദ്ധി എന്ന് പറയുന്നത്. എന്താണ്? ഫ്രണ്ട്ഷിപ്പാണ്. വിശുദ്ധി എന്താണ്? അല്ലേ, കഴിഞ്ഞ ആഴ്ച അച്ഛൻ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളല്ല വിശുദ്ധിയുടെ മാനദണ്ഡം. വിശുദ്ധിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് നമുക്ക് ഈശോയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പാണ്, വിശുദ്ധി എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പാണ്. പ്രാർത്ഥനയിലുള്ള വളർച്ച എന്ന് പറയുന്നത് ഈശോയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലുള്ള വളർച്ചയാണ്. ഒന്ന് പറഞ്ഞേ, പ്രാർത്ഥനയിലുള്ള വളർച്ച എന്ന് പറയുന്നത് ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിലുള്ള വളർച്ചയാണ്. ഹല്ലേലൂയ. ഒരു വാക്യം ശ്രദ്ധിക്കണം. ആ അർത്ഥത്തിൽ പ്രാർത്ഥനയുടെ പല തലങ്ങൾ എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചേ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശോയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ പല തലങ്ങൾ എന്ന് പറയുന്നത് സൗഹൃദത്തിന്റെ പല തലങ്ങളാണ്. കിട്ടിയോ? പ്രാർത്ഥനയിലുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിലുള്ള വളർച്ചയാണ്. യെസ്. അപ്പോൾ അത്രയും മനസ്സിൽ വെച്ചിട്ട് അമ്മ ത്രേസ്യ ആഭ്യന്തര ഹർമ്മ്യം എന്ന പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? പ്രാർത്ഥനയുടെ പല തലങ്ങളെ കുറിച്ചാണ്. പ്രാർത്ഥനയുടെ പല തലങ്ങളെ കുറിച്ചാണ്. പ്രാർത്ഥനയുടെ 1-ാം ഘട്ടത്തിലുള്ള പ്രാർത്ഥന, 2-ാം ഘട്ടത്തിലുള്ള പ്രാർത്ഥന, 3-ഉം 4-ഉം 5-ഉം 6-ഉം 7-ഉം തലങ്ങളിലുള്ള പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥനയിലുള്ള പല തലങ്ങൾ തന്നെയാണ് ഈശോയുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തിലുള്ള പല തലങ്ങൾ. കിട്ടിയോ? ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥനയിലുള്ള പല തലങ്ങൾ എന്ന് പറഞ്ഞു പോകുമ്പോൾ അതിൽ തിയറിയാണ് കൂടുതൽ. എന്താണ്? തിയറിയാണ്. നമ്മൾ ഇത് ബോറടിക്കുന്നു എന്ന് നമ്മൾ പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ സൗഹൃദത്തിലുള്ള പല തലങ്ങൾ എന്ന് പറഞ്ഞു പോകുമ്പോൾ അത് തിയറിയേക്കാൾ അധികം എന്താണ്? നമുക്ക് പ്രാക്ടിക്കലാണ്. തൊട്ടെടുക്കാൻ, ഒപ്പിയെടുക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് അച്ഛൻ ഈ വർഷം അധികം തിയറി പറയാതെ പ്രാക്ടിക്കൽ പറഞ്ഞു പോകുന്നത്. കഴിഞ്ഞ വർഷം തിയറി ക്ലാസ് ഉണ്ടായിരുന്നു, അത് കേട്ടാ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ഒരു ആമുഖത്തോടുകൂടെ അച്ഛൻ നിങ്ങളോട് ഈ സൗഹൃദത്തിന്റെ 4 തലങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. കേൾക്കാത്തവർ യൂട്യൂബിലുണ്ട്, കേൾക്കുക. 4-ാമത്തെ തലത്തിന്റെ 5 അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഈ സൗഹൃദത്തിൽ വളരാൻ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി.
അപ്പോൾ സൗഹൃദത്തിന് പല തലങ്ങളുണ്ടെന്ന് മനസ്സിലായി, ഇതിന്റെ പല അടയാളങ്ങൾ മനസ്സിലായി. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിൽ വളരാൻ ഇനി ഞാൻ എന്ത് ചെയ്യണം? അല്ലേ, ഞാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒന്നാമത്തെ ചിന്ത നമ്മൾ പങ്കുവെച്ചു. എന്താണത്? മേക്ക് ടൈം ടു ഡ്രോ ക്ലോസ് ടു ഹിം. ഈശോയുമായി ഇരിക്കാൻ, ഈശോയുടെ അടുത്തിരിക്കാൻ സമയം ചെലവഴിക്കുക. മോശ എത്ര പ്രാവശ്യമാണ് മലമുകളിൽ 40 രാവും 40 പകലും ഇരുന്നത്? 3 പ്രാവശ്യം ഇരുന്നത് അച്ഛൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നു. അതുപോലെ 3-ാമത്തെ പ്രാവശ്യവും മലമുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് മോശയുടെ 3-ാമത്തെ പ്രാവശ്യം ഇറങ്ങി വന്നപ്പോഴാണ് മോശയുടെ മുഖം തേജസ് കൊണ്ട് ജ്വലിച്ചിരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈശോയോടുകൂടെ ചെലവഴിക്കാൻ സമയമുണ്ടാകുക. നമ്മൾ വാട്സപ്പിൽ ചിലപ്പോൾ 4-5 മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ആളുകൾക്ക് അല്ലേ, ചിലപ്പോൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ പോലും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരു അരമണിക്കൂർ ഈശോയോടുകൂടെ ഇരിക്കാൻ സമയമില്ല. പക്ഷെ അവർക്കും എന്താഗ്രഹമുണ്ട്? ഈശോയുമായി സൗഹൃദത്തിലാകണമെന്ന് അവർക്കും ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വചനം വളരെ ശ്രദ്ധിച്ച് അച്ഛനൊരു വചനഭാഗം, ഇന്നത്തെ വചനഭാഗം ഇന്ന് അച്ഛന് കിട്ടിയ ഒരു ചിന്ത അച്ഛൻ നിങ്ങളുമായിട്ട് പെട്ടെന്ന് പങ്കുവെക്കാണ്. അതായത്, വചനം കേൾക്കുന്നതിന് മുമ്പും വചനം കേൾക്കുന്നതിന് പിമ്പും അല്ലേ, മുടിയില്ലാത്തതിന് മുമ്പും മുടി വന്നതിന് ശേഷവും എന്ന് ചില ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ? ഉണ്ടോ? ട്രീറ്റ്മെന്റിന് മുമ്പ്, ട്രീറ്റ്മെന്റിന് ശേഷം, പല്ല് വെക്കുന്നതിന് മുമ്പ്, ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ വചനം കേൾക്കുന്നതിന് മുമ്പും വചനം കേട്ടതിന് ശേഷവും വലിയ വ്യത്യാസമുണ്ടാകും. അപ്പോൾ വചനം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് അതൊരു പ്രചോദനമാണ്. എന്താണത്? വചനം കേൾക്കുന്നതിന് മുമ്പ് പത്രോസിന്റെ വള്ളത്തിൽ ഒരു നീർക്കോലി പോലും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പത്രോസിന്റെ വള്ളത്തിൽ ഒരു നത്തോലി പോലും ഉണ്ടായിരുന്നില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചു. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതം അങ്ങനെയാണ്. എന്തില്ലാത്തൊരു ജീവിതം? ഒരു പേരിന് പോലും ഒരു നത്തോലി ഇല്ലാത്ത ജീവിതം അല്ലേ? അത് വചനം കേൾക്കുന്നതിന് മുമ്പാണ്. ഈശോ വന്ന് അവന്റെ വഞ്ചിയിലിരുന്ന് വചനം പറഞ്ഞു. വഞ്ചി വചനം കൊണ്ട് നിറഞ്ഞു, വല വചനം കൊണ്ട് നിറഞ്ഞു, ഹൃദയം വചനം കൊണ്ട് നിറഞ്ഞു, ശരീരം വചനം കൊണ്ട് നിറഞ്ഞു. അങ്ങനെ വചനം കൊണ്ട് നിറഞ്ഞ പത്രോസ് ഈശോയോടുകൂടെ മീൻ പിടിക്കാൻ പോയപ്പോ വചനം കൊണ്ട് നിറഞ്ഞ വലയിൽ, വചനം കൊണ്ട് നിറഞ്ഞ വഞ്ചിയിൽ, വചനത്തിന്റെ സുഗന്ധമുള്ള ജീവിതത്തിലേക്ക് വഞ്ചി നിറയെ മീൻ കിട്ടി. അവന്റെ വഞ്ചി മാത്രമല്ല നിറഞ്ഞത്, അവൻ അനുസരിക്കാൻ തയ്യാറായപ്പോ അവന്റെ കൂട്ടുകാരുടെ വഞ്ചി പോലും നിറഞ്ഞു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ നമ്മൾ ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിന് മുമ്പ്, ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിന് മുമ്പ് നമ്മുടെ വഞ്ചി വരണ്ട് കിടക്കുകയാണ്. ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിന് ശേഷം നമ്മുടെ വഞ്ചി നിറഞ്ഞിരിക്കുന്ന ഒരനുഭവം ഉണ്ടാകും. നിനക്കെന്താണ് വേണ്ടത്? ഒന്നുമില്ലാത്തതാണോ? ഒന്നുമില്ലാത്ത വഞ്ചിയും വലയുമാണോ വേണ്ടത്? നിറഞ്ഞു കിടക്കുന്ന വഞ്ചിയും വലയുമാണോ വേണ്ടത്? നിറഞ്ഞു കിടക്കുന്നത്. അങ്ങനെ നിറഞ്ഞു കിടക്കണമെങ്കിൽ പാഠമൊന്ന്, നീ കർത്താവിന്റെ അടുത്തിരിക്കാൻ തയ്യാറാകണം. നമ്മൾ അതിനെക്കുറിച്ച് ആവശ്യത്തിന് പറഞ്ഞിട്ടുണ്ട്, പിന്നീട് വീണ്ടും പറയാം. ഇപ്പോ രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു. എന്താണ്? നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. കർത്താവിനോടുള്ള ഭയമുണ്ടാകണം. നമ്മൾ ദൈവത്തെ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു, അച്ഛാ എനിക്ക് ദൈവത്തെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഭക്തിയാണ്, പക്ഷെ എനിക്ക് ദൈവഭയമില്ല. ദൈവഭയം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ്? കർത്താവിനോട് ഭയങ്കര സ്നേഹമൊക്കെയാണ്,
പക്ഷെ കർത്താവിന്റെ മുമ്പിൽ നിന്നിട്ടാണ് കർത്താവ് ഞാൻ ചെയ്യുന്ന പാപം കാണുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും എനിക്ക് അതിനോടൊരു പേടിയും തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് ദൈവസ്നേഹം മാത്രം ഉണ്ടായാൽ പോരാ, എനിക്ക് ഒരു ദൈവഭയം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഉദാഹരണത്തിന്, എനിക്ക് ദൈവസ്നേഹമുള്ളത് കൊണ്ട് വെളുപ്പിനെഴുന്നേറ്റ് കൊന്ത ചൊല്ലുന്നുണ്ട്, കരുണക്കൊന്ത ചൊല്ലുന്നുണ്ട്, ബൈബിള് വായിക്കുന്നുണ്ട്, പള്ളിയിൽ വരുന്നുണ്ട്, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഈശോയോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷേ എനിക്ക് ദൈവഭയമില്ലാത്തത് കൊണ്ട് ചില ആളുകളോട് ഞാൻ വിദ്വേഷം വെച്ച് പുലർത്തുന്നു, വെറുപ്പ് വെച്ച് പുലർത്തുന്നു, കോപിക്കുന്നു, ശണ്ട കൂടുന്നു, കലഹിക്കുന്നു. ദൈവഭയമില്ലാത്തത് കൊണ്ട് ഞാൻ അപരന്റെ അതിർത്തി മാന്തുന്നു. ദൈവഭയമില്ലാത്തത് കൊണ്ട് ഞാൻ അപരന്റെ വഴി അടച്ചു കളയുന്നു. പക്ഷെ ഞാൻ പിറ്റേ ദിവസം കാലത്ത് കുർബാനയ്ക്ക് വരും, ദിവ്യകാരുണ്യം സ്വീകരിക്കും, ഈശോയേന്ന് വിളിക്കും. ഹല്ലേലൂയ. എന്താ ഒരു സ്വരക്കുറവ്? ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവഭയം. ഞാൻ മുട്ടേല് വലിയും, എത്ര പ്രാവശ്യം വേണേലും മുട്ടേല് വലിയും. പക്ഷേ ഞാൻ മുട്ടേല് വലിഞ്ഞ് മുട്ടൊക്കെ തുടച്ച് പുറത്ത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ആ തെറ്റായ ബന്ധത്തിൽ വന്നിട്ടുള്ള ഒരു ഫോൺ കോള് അപ്പം തന്നെ അവനെ വിളിച്ചിട്ട് പറയും, എടാ ഞാനിന്ന് 5 പ്രാവശ്യം മുട്ടേല് വലിഞ്ഞിട്ടുണ്ട്, 3 പ്രാവശ്യം എനിക്ക്, 2 പ്രാവശ്യം നിനക്ക്. ആ ബന്ധം കർത്താവിന് ഇഷ്ടമില്ലാത്തൊരു ബന്ധമായിട്ട് കൂടെ നിനക്ക് ദൈവസ്നേഹമുണ്ട്, പക്ഷെ നിനക്ക് ദൈവഭയം. അപ്പോൾ ദൈവഭയം ഉണ്ടാകുക. 2, 3 നമ്മൾ പറഞ്ഞു, ഈശോ പറയുന്നത് ശ്രദ്ധിക്കുക. ഈശോ പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന്. ദൈവം തരുന്ന ഉപദേശങ്ങളിലും തിരുത്തലുകളിലും ആനന്ദിക്കുക. ദൈവം നമുക്ക് എന്തു തരും? ഉപദേശങ്ങൾ തരും. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്. ഒരു ഉദാഹരണത്തിന് നമുക്ക് വായിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 27-ാം അധ്യായം 5ഉം 6ഉം തിരുവചനങ്ങൾ. സുഭാഷിതങ്ങളുടെ പുസ്തകം 27-ാം അധ്യായം 5ഉം 6ഉം തിരുവചനങ്ങൾ തുറന്ന് വായിക്കാം. തുറന്ന മൊബൈലിൽ ബൈബിൾ ഉള്ളവർക്കും എടുക്കാവുന്നത്. തുറന്ന കുറ്റപ്പെടുത്തലുകളാണ് നിഗൂഢമായ സ്നേഹത്തെക്കാൾ മെച്ചം. സ്നേഹിതൻ മുറിപ്പെടുത്തുന്നത് ആത്മാർത്ഥത നിമിത്തമാണ്. ശത്രുവാകട്ടെ നിന്നെ തെരുതെരെ ചുംബിക്കുക മാത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അല്ലേ, നീ എന്ത് തെറ്റ് ചെയ്താലും ശത്രു മെസ്സേജ് ഇങ്ങനെ അയക്കും. എന്തെന്ന് പറഞ്ഞ്? ഉമ്മ 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 എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ മെസ്സേജ് പോകുന്നത്? ഹല്ലേലൂയ. അതാണ്. ശത്രുവാകട്ടെ, സ്നേഹിതൻ നിന്നോട് എന്തു പറയും? സ്നേഹിതൻ നിന്നെ മുറിപ്പെടുത്തുന്നത് ആത്മാർത്ഥത നിമിത്തമാണ്. ദൈവം നമ്മെ മുറിപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? ആത്മാർത്ഥത കൊണ്ടാണ്. അമ്മ ത്രേസ്യ, ശ്രദ്ധിച്ചേ, അമ്മ ത്രേസ്യ ഈശോയുമായിട്ടുള്ള ഈ ബന്ധത്തിൽ വളരുന്ന സമയത്ത് അമ്മ ത്രേസ്യയുടെ സഹനങ്ങളെ അമ്മ ത്രേസ്യ വ്യാഖ്യാനിച്ചിരുന്നത്. അമ്മ ത്രേസ്യയുടെ, ശ്രദ്ധിച്ച് കേൾക്കണം, തെറ്റിച്ച് പറയരുത് നിങ്ങൾ. അമ്മ ത്രേസ്യ തന്റെ സഹനങ്ങളെ വ്യാഖ്യാനിച്ചിരുന്നത് എന്റെ പാപങ്ങൾക്ക് ഈശോ തരുന്ന ശിക്ഷണമായിട്ടാണ്. ശിക്ഷയായിട്ടല്ല, ശിക്ഷണമായിട്ടാണ്. എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വിശുദ്ധീകരിക്കുന്നതിന് ഈ സഹനങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. ഈശോ എനിക്ക് ഈ സഹനങ്ങൾ അനുവദിച്ചിരിക്കുന്നത് എൻ്റെ വിശുദ്ധീകരണത്തിനാണ്. അതായത് എന്നിൽ ഇനിയും വിശുദ്ധീകരിക്കപ്പെടേണ്ടതായി എന്നിൽ ഒത്തിരി പോരായ്മകളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അമ്മ ത്രേസ്യ സഹനങ്ങളെ ഏറ്റെടുത്തു.
അതുപോലെ അമ്മ ത്രേസ്യക്ക് ഈശോ ചില അടയാളങ്ങളിലൂടെ ചില സൂചനകൾ നൽകി. ഒരു ദിവസം ശ്രദ്ധിച്ചോ, ഒരു ദിവസം അമ്മ ത്രേസ്യ പാർലറിൽ ഇരുന്ന് ഒരു ഗസ്റ്റുമായിട്ട്, അവിടെ കോൺവെന്റിൽ വന്ന ഒരു പ്രഭു, അയാള് സുന്ദരനാണ്, ധനികനാണ്. അപ്പോൾ ഈ പ്രഭുവിന് ഒരാഗ്രഹം, അമ്മ ത്രേസ്യയുമായി കുറച്ചു നേരം സംസാരിക്കണം. അമ്മ ത്രേസ്യയും ചെറുപ്പമാണ്, സുന്ദരിയാണ്, സംസാരിക്കാൻ മിടുക്കുള്ളവളുമാണ്, സുന്ദരമായി സംസാരിക്കും, സുന്ദരമായ മുഖം. അപ്പോൾ അമ്മ ത്രേസ്യയോട് മദർ പറഞ്ഞു, ദേ ആ പ്രഭു വന്നിട്ടുണ്ട്, അയാളോട് കുറച്ചു നേരം ആത്മീയ കാര്യങ്ങൾ സംസാരിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടെ അമ്മ ത്രേസ്യയുടെ മുമ്പിലേക്ക് ഒരു ചൊറിത്തവള, അല്ലെ പലതരത്തിലുള്ള തവളയുണ്ട്, ഉള്ളതിൽ വെച്ച് ഏറ്റവും ഒരു തവള ഇങ്ങനെ ചാടി വീഴുകയാണ്. ശരിക്കു പറഞ്ഞാൽ അവിടെ ഒരു തവള കോൺവെന്റിന്റെ അകത്ത് ചാടി വീഴേണ്ട ഒരു കാര്യമില്ല. ചാടി വീഴുകയും അമ്മ ത്രേസ്യ ഈ തവളയെ അറപ്പോടുകൂടെ ഇങ്ങനെ നോക്കുകയും ചെയ്യാം. അപ്പോൾ അമ്മ ത്രേസ്യയുടെ ഹൃദയത്തിലേക്ക് ദൈവം ഒരു സന്ദേശം കൊടുക്കുകയാണ്. ഈ ലോകത്തിലെ സൗന്ദര്യങ്ങൾ മകളെ ഇതുപോലെയാണ് എന്ന ഒരടയാളം അമ്മ ത്രേസ്യക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്തിലെ സുന്ദരന്മാരെന്ന് പറയുന്നതും പണമുള്ളവർ, സമ്പന്നരെന്ന് പറയുന്നതും ഒക്കെ ആയിട്ടുള്ള ഈ ലോകത്തിന്റെ സൗന്ദര്യം എന്തുപോലെയാണ്? ഈ ചൊറിത്തവളയെ പോലെയാണ്. അമ്മ ത്രേസ്യക്ക് അത് ഒരു ഉപദേശമായിട്ട് അമ്മ ത്രേസ്യ സ്വീകരിക്കാണ്. അമ്മ ത്രേസ്യ തനിക്കുള്ള ഒരു തിരുത്തലായിട്ട് അമ്മ ത്രേസ്യ സ്വീകരിച്ചിട്ട് മദറിനോട് പറഞ്ഞു, ഇനി ഞാൻ ഇങ്ങനെയുള്ള സംസാരങ്ങൾക്ക് വേണ്ടി മദർ എന്നെ പറഞ്ഞു വിടണ്ട, എനിക്കതിനോട് താല്പര്യമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഇനി അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ, ചിലപ്പോൾ കോൺവെന്റില് ഡൊണേഷൻ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും, അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. കാണാൻ താല്പര്യമില്ല എന്ന് പറയണ്ട, ത്രേസ്യക്ക് പനിയാണെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കണ്ണിന് തീരെ സുഖമില്ല എന്ന് പറഞ്ഞാൽ മതി, നടുവേദനയാണ്, കിടപ്പാണെന്ന് പറഞ്ഞാൽ മതി, എന്നെ ഇനി അതിന് പറഞ്ഞു വിടണ്ട. ഹല്ലേലൂയ. അമ്മ ത്രേസ്യ ഉപദേശം സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യയോട് കുമ്പസാരക്കാര് കുറെ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. അമ്മ ത്രേസ്യ അത് സ്വീകരിച്ചു. അപ്പൊ അതിനെയാണ് പറയുന്നത്, ദൈവം തരുന്ന ഉപദേശങ്ങളും തിരുത്തലുകളും സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുന്നവരാണ് ഈശോയുടെ സൗഹൃദത്തിലേക്ക് വളരുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പത്രോസിന്റെ ഉദാഹരണം അങ്ങനെയുള്ളൊരു ഉദാഹരണമാണ്. ഈശോ വളരെ ശക്തമായൊരു താക്കീതാണ് പത്രോസിനോട് പറഞ്ഞത്. പത്രോസിന്റെ മുഖത്ത് നോക്കി എന്താ വിളിച്ചത്? നമ്മൾ സാത്താനെ എന്ന് പറയുമ്പോ ഇത്തിരി ലൈറ്റാണ്, ഇത്തിരിയും കൂടി കൂട്ടി പറഞ്ഞു കേട്ടാ, ചെകുത്താനി. ഹല്ലേലൂയ. പത്രോസിനോട് വളരെ കാഠിന്യത്തോടുകൂടെ ഈശോ വിളിച്ചിട്ടും പത്രോസ് അതെന്തായിട്ട് സ്വീകരിച്ചു? പ്രിയപ്പെട്ടവരെ, അത് ഈശോയുടെ ഒരു ശിക്ഷണമായി, ഒരു തിരുത്തലായി, ഒരു ഉപദേശമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. അടുത്തിടെ ഒരു കുടുംബം, ഒരു അപ്പനും അമ്മയും വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അവരുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള്, ജില്ല കണ്ണൂര്, അവരുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ആത്മഹത്യ ചെയ്തു. അച്ഛൻ ചോദിച്ചു, നിങ്ങൾ എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു? വല്ല അഫയർ ഉണ്ടായിരുന്നു? അതൊന്നും പറഞ്ഞൂടെ. എന്തായാലും മൊബൈല് മേടിച്ച് വെച്ചതിന്റെ അത് മോളെ ഇപ്പോ നീ അത് നോക്കിയിരിക്കണ്ട, നീ ഇരുന്നൊന്ന് പഠിക്ക്, കുറെ നേരം ആയില്ലേ, തലകുത്തി കിടക്കുന്നു എന്ന് പറഞ്ഞ് 2 വർത്തമാനം പറഞ്ഞതാണ്. അത് പറഞ്ഞതിന്റെ, മേടിച്ച് വെച്ചതിന്റെ വൈരാഗ്യത്തിൽ പ്രിയപ്പെട്ടവരെ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഇപ്പൊ ഈ അമ്മയ്ക്ക് അത് ഓർക്കുമ്പോ ഒരു ഡിപ്രഷനാണ്. ഞാൻ കാരണമാണല്ലോ എൻ്റെ കൊച്ച് ഈ കടുങ്കൈ ചെയ്തത് എന്നാണ് അമ്മയുടെ ഭാരം, അമ്മയുടെ വേദന. ആ വേദനയുമായിട്ടാണ് വന്നത്.
അച്ഛൻ പറഞ്ഞു വരുന്നത് തിരുത്തലുകൾ സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത സമൂഹത്തിന്റെ ഒരു പ്രതിനിധിയാണ് നമ്മ വിട്ടുപോയി കൊച്ച്. നിന്റെ മാതാപിതാക്കൾ തിരുത്തിയത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന്. ആ നന്മയ്ക്ക് വേണ്ടി എന്റെ മാതാപിതാക്കൾ കണ്ടിട്ടില്ലേ പണ്ട് കുഞ്ഞുങ്ങളെ അമ്മ അടിക്കുമ്പോ, അമ്മ കുഞ്ഞിനെ അടിക്കുമ്പോ കുഞ്ഞ് ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? അടിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയെ കെട്ടിപ്പിടിച്ച് ആ കാല് കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കുഞ്ഞ് കരയുന്നത്. ഈർക്കലി എടുത്ത് ചൂലിൽ നിന്ന് ഈർക്കലി ഊരിയെടുത്ത് അമ്മ കൊച്ചിനെ അടിച്ചു. കൊച്ചിന്റെ വിഷമവും കൊച്ചിന്റെ ദേഷ്യവും ഒക്കെ കൊച്ചിന്റെ മനസ്സിലുണ്ട്. ആ ദേഷ്യത്തോടും വിഷമത്തോടും കൂടെ അമ്മയുടെ കാല് കെട്ടിപ്പിടിച്ച് കൊച്ച് കരയുമ്പോ അമ്മ അടിച്ചുകൊണ്ടിരുന്ന വടി ദൂരെ വലിച്ചെറിഞ്ഞു കളഞ്ഞ് കുഞ്ഞിനെ ഉയർത്തി കുഞ്ഞിനെ തെരുതിരെ ചുംബിക്കുന്ന അമ്മ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, അതുപോലെയാണ് ദൈവം നമ്മെ തിരുത്തുന്നത്. അപ്പോൾ ദൈവം നമ്മെ തിരുത്തുന്നതിൽ ആനന്ദിക്കാൻ തയ്യാറുള്ളവർക്കാണ് ദൈവവുമായിട്ടുള്ള സൗഹൃദം സംലഭ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ. ഇനി 5, കർത്താവ് പറയുന്നത് അനുസരിക്കുന്നവർക്കാണ് സൗഹൃദം. നിനക്ക് ഈശോയുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ നോ അതർ വേ ദാൻ ഒബേയിങ് ഹിസ് വേർഡ്സ്. കർത്താവ് പറയുന്നതനുസരിക്കാതെ ഈശോയുമായി നിനക്ക് സൗഹൃദത്തിൽ വളരാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അല്ലേ? പറഞ്ഞത് കേൾക്കാത്ത ഭാര്യയെ ഭർത്താവിന് ഇഷ്ടമാണോ ചേട്ടാ? എന്ത് ചെയ്യാച്ച? നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഉത്തരം പറഞ്ഞു മിണ്ടാതിരിക്കണ്ട. പറഞ്ഞത് ചേട്ടന്മാരാദ്യം പറയട്ടെ. പറഞ്ഞത് കേൾക്കാത്ത ഭാര്യയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഒരാള് പറഞ്ഞു, സ്വരമുയർത്തി പറ. അച്ഛ ഇന്ന് വരെ കല്യാണം കഴിഞ്ഞിട്ട് 40 കൊല്ലം ഒരു കാര്യം പോലും കേട്ടിട്ടില്ല. പറഞ്ഞത് കേൾക്കാത്ത ഭാര്യയെ ഇഷ്ടമല്ലല്ലോ? അല്ല. നിങ്ങൾ പറഞ്ഞില്ലേലും അത് തന്നെയാണ് ഉത്തരം. ഇനി ചേച്ചിമാര് ഉത്തരം പറ. പറഞ്ഞത് കേൾക്കാത്ത ഭർത്താക്കന്മാര് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അതായത് നമുക്കെല്ലാവർക്കും ആരെയാണ് ഇഷ്ടം? നമ്മൾ പറയുന്നത് അനുസരിക്കുന്നവരെയാണ് നമുക്കിഷ്ടം. നമ്മുടെ ആ ഗുണം എവിടെ നിന്ന് വന്നതാണ്? ഈശോയിൽ നിന്ന് വന്നതാണ്. എന്തുകൊണ്ടാണ്? ഈശോയുടെ ഇഷ്ടം എന്താണ്? ഈശോ പറയുന്നത് അനുസരിക്കുന്നവരെയാണ് ഈശോയ്ക്ക് ഇഷ്ടം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഐസ്ക്രീം കൊണ്ടേ തന്നു, ഐസ്ക്രീം കൊണ്ടേ തന്നു, സാരി മേടിച്ചു തന്നു എന്നുള്ളതൊന്നുമല്ല, മൊബൈൽ മേടിച്ചു തന്നു എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞത് അനുസരിച്ചോ എന്നുള്ളതാണ് ചോദ്യം. ഈശോ പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ, കർത്താവേ കർത്താവേ എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവരല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ചോദ്യം, അല്ലെങ്കിൽ ഈശോയ്ക്ക് നമ്മോടുള്ള ചോദ്യം, നിനക്ക് വീട് കിട്ടിയോ എന്നുള്ളതല്ല, നീ പരീക്ഷ പാസ്സായോ എന്നുള്ളതല്ല, നിനക്ക് ജോലി കിട്ടിയോ എന്നുള്ളതല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോ കർത്താവിന് നമ്മോടുള്ള ചോദ്യം, കുഞ്ഞെ നീ ജർമ്മൻ ഭാഷ പാസ്സായോ എന്നുള്ളതല്ല. എന്താണ് ദൈവത്തിനുള്ള ചോദ്യം? നീ എന്നെ അനുസരിച്ചോ എന്നുള്ളതാണ്. അമ്മ ത്രേസ്യയോട് ഈശോ പറഞ്ഞു, ഈ സഭയെ നീ നവീകരിക്കണം, നീ ഒരു പുതിയ കോൺവെന്റ് സ്ഥാപിക്കണം. അമ്മ ത്രേസ്യയോട് ഈശോ പറഞ്ഞിട്ടാണ് ഈശോ കോൺവെന്റ് സ്ഥാപിക്കാൻ പോയത്. എന്നെ പ്രത്യേകമായി സ്നേഹിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന രീതിയിൽ ഒരു കോൺവെന്റ് സ്ഥാപിക്കണം.
എന്ന് അമ്മ ത്രേസ്യയോട് ഈശോ പറഞ്ഞു. ഈശോ പറഞ്ഞപ്പോൾ അത് അമ്മ ത്രേസ്യ പതുക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. അടുത്തുള്ളവരോട് പറഞ്ഞപ്പോൾ പലരും സഹകരിക്കാൻ തയ്യാറായില്ല. ചില ആളുകൾ സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഓരോ കാൽവയ്പിലും പ്രതിസന്ധികളാണ്. ഇങ്ങനെ കോൺവെന്റ് ഒരു പ്രാവശ്യം ആരോടും പറയാതെ ഇത് പബ്ലിക്കാക്കി, ചില കാര്യങ്ങൾ പബ്ലിക്കാക്കി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ രഹസ്യത്തില് കോൺവെന്റ് പണിതുകൊണ്ടിരിക്കുകയാണ്. ആരുടെയൊക്കെ പൈസയൊക്കെ ഡൊണേഷനൊക്കെ കിട്ടി കോൺവെന്റ് പണിതുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം ഒരു പെരുമഴ പെയ്തു, ഒരു കാറ്റടിച്ചു. ആ കോൺവെന്റ് പകുതി കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി സെന്ററിങ് ചെയ്ത് നിർത്തിയിരിക്കായിരുന്നു. അപ്പോഴാണ് അത് തകർന്നടിഞ്ഞ് വീഴുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് എന്തുണ്ടാകും? ഇത് ഈശോ പറഞ്ഞിട്ടല്ല ഈ പ്രവൃത്തി എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഈശോ പറഞ്ഞിട്ടല്ല, ഇത് ഈശോയുടെ ഇഷ്ടമല്ല എന്ന് ചിന്തിക്കാനും, ഈശോ പറഞ്ഞിട്ടാണെങ്കിൽ ഇത് ഇത്രയും വരെ ആക്കി കഷ്ടപ്പെട്ട് ഓരോ കല്ലും മേടിച്ചത് പിച്ച തെണ്ടിയിട്ടാണ്. അങ്ങനെ പണിത കോൺവെന്റ് പണിയാണ് പകുതി വെച്ച് ഒരു ദിവസം തകർന്നടിഞ്ഞു കിടക്കുന്നത്. ഇനിയും ഇതുമായിട്ട് മുന്നോട്ട് പോകണോ? ഈശോ പറഞ്ഞു, നീ പണിയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പണിയണം എന്ന് തന്നെയാണ് അർത്ഥം. ഏത് കാറ്റുണ്ടായെങ്കിലും, ഏത് മഴ പെയ്തെങ്കിലും, എത്ര പ്രാവശ്യം തകർന്നു വീണിട്ടുണ്ടെങ്കിലും, നിന്നോട് മുന്നോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതനുസരിച്ചേ മതിയാവൂ. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ ഈശോ പറഞ്ഞതനുസരിച്ചത് പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ടാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അതുപോലെ അമ്മ ത്രേസ്യയോട് ഈശോ, നമ്മളെപ്പോഴും ഈശോ ഡയറക്ടറായിട്ട് നമ്മളോട് വന്ന് പറയാൻ കാത്തിരിക്കണമെന്നില്ല. ഒരു പ്രഭാഷണത്തിലൂടെ ഒരു പ്രസംഗം കേട്ടപ്പോ എനിക്ക് കിട്ടിയ പ്രചോദനം അത് ഈശോ എന്നോട് പറഞ്ഞതാണ്. ഒരു കുംഭസാരത്തിന് പോയപ്പോ കുംഭസാരക്കാരൻ അച്ഛൻ പറഞ്ഞ ഒരു പ്രചോദനം, അത് എനിക്ക് ഈശോ എന്നോട് പറഞ്ഞതായിട്ട് ഞാൻ സ്വീകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ സ്വീകരിച്ച് അനുസരിച്ച് മുന്നോട്ട് പോകണം. ചെറിയ കാര്യങ്ങളായിരിക്കാം, വലിയ കാര്യങ്ങളായിരിക്കാം. ഇപ്പോ അച്ഛൻ തിരുവനന്തപുരത്ത് ധ്യാനത്തിന് ചെന്നപ്പോ ഡാനിയേലച്ചനെ കണ്ടു കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഡാനിയേലച്ചൻ പറഞ്ഞു, അച്ഛൻ ആളുകളെ മുറിയിൽ കണ്ട് തിരിച്ച് മുറിയിലേക്ക് പോകുന്നതിന് മുമ്പ് അൽത്താരയുടെ മുമ്പിൽ വന്ന് ഈ ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ, വിഷമങ്ങളൊക്കെ ഇവിടെ സമർപ്പിച്ചിട്ട് മുറിയിലേക്ക് പോയാൽ മതി. പ്രിയപ്പെട്ടവർ, അതൊരു സ്പിരിച്വൽ ഡയറക്ഷനാണ്. ഈ സ്പിരിച്വൽ ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? അത് അനുസരിക്കുമ്പോഴാണ് കൃപ കിട്ടുന്നത്. ഹല്ലേലൂയ. അച്ഛൻ നിങ്ങളോട് ഇപ്പോ ഒരു സാക്ഷ്യം വായിച്ചപ്പോൾ അച്ഛൻ ശ്രദ്ധിച്ചായിരുന്നു. ഒരു മകള്, അച്ഛൻ ഞാൻ ഈ ആഴ്ച പരീക്ഷ എഴുതാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോ അച്ഛനൊരു പ്രചോദനം കിട്ടിയിട്ട് പറഞ്ഞു, മോളെ ഈ ആഴ്ച എഴുതണ്ട, കർമ്മല മാതാവിന്റെ തിരുനാൾ കഴിഞ്ഞിട്ട് എഴുതിയാ മതി എന്ന് പറഞ്ഞ് ആ മകള് പരീക്ഷയ്ക്ക് പോവുകയും 33 പ്രാവശ്യം വെച്ച് 35 ദിവസം. എന്തുകൊണ്ടാണ് അച്ഛൻ 35 ചുരുക്കിയെന്ന് അച്ഛൻ അറിഞ്ഞുകൂടാ. അതിൽ കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയില്ല എന്ന് തോന്നിയോണ്ട് ചുരുക്കിയതായിരിക്കും. അപ്പോ എന്തായാലും ആ കുട്ടി അത് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും, വ്യാഴാഴ്ച വരാൻ പറഞ്ഞപ്പോൾ അതിന് നിവൃത്തിയില്ല, വ്യാഴാഴ്ച ക്ലാസ് ഉണ്ട്, അപ്പം അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച വരാം എന്ന് പറഞ്ഞ് ശനിയാഴ്ച പ്രാർത്ഥിക്കുകയും, പ്രിയപ്പെട്ടവരെ ആ പരീക്ഷകൾ എഴുതുകയും ജയിക്കുകയും ജോലി കിട്ടുകയും ചെയ്തൊരു സാക്ഷ്യം വായിച്ചില്ലേ? കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഇതുപോലെ, അല്ലെങ്കിൽ അച്ഛൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, 33 പ്രാവശ്യം ചൊല്ലുക, 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കുക. ആ പറഞ്ഞ കാര്യം അനുസരിക്കുകയും ചെയ്യുമ്പോൾ അതിലെന്തുണ്ട്? ഒരു കൃപയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോഴാണ് നമ്മൾ ഈശോയുടെ സ്നേഹിതരാവുന്നത്. ഈശോ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 14-ാമത്തെ തിരുവചനം 15-14 എടുക്കാം, വായിക്കാം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. നമ്മൾ ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിൽ വളരുന്നത് ഈശോ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ്. കൈയടിച്ച് നന്ദി പറയാം. അപ്പോ അബ്രഹാം സ്നേഹിതനായത് പറഞ്ഞത് ചെയ്തതിലൂടെയാണ്. ഇനി ആറാമതായി ഈശോയുടെ സാന്നിധ്യം ആഘോഷിക്കുക. എന്താണ് ആറാമത്തേത്? ഈശോയുടെ സാന്നിധ്യം
ആഘോഷിക്കുക. ഒന്നാമത്തെ എന്താണ്? ഈശോയുടെ അടുത്തിരിക്കുക. രണ്ടാമത്തത് ഈശോയെ ഭയപ്പെടുക. മൂന്നാമത്തത് പറയുന്നത് ശ്രദ്ധിക്കുക, പേ അറ്റൻഷൻ. നാലാമത്തത് ഉപദേശങ്ങളിലും തിരുത്തലുകളിലും ആനന്ദിക്കുക. അഞ്ചാമത് പറയുന്നത് അനുസരിക്കുക. ആറാമത്തത് ഈശോയുടെ സാന്നിധ്യം ആഘോഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോയുമായിട്ട് നിനക്ക് ഫ്രണ്ട്ഷിപ്പ് വേണമെങ്കിൽ സെലിബ്രേറ്റ് ദ പ്രസൻസ് ഓഫ് ജീസസ്. നമ്മൾ മനുഷ്യനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? പരസ്പരം സാന്നിധ്യം ആഘോഷിക്കും. ഒരാള് അടുത്ത് വന്നിരിക്കുമ്പോ അയാളുടെ സാന്നിധ്യത്തിൽ നമ്മുടെ കൂട്ടുകാരൻ, നമ്മളോട് കൂട്ടുകാരനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മോന്ത വീർപ്പിച്ച് കാണിക്കുകയാണ് എന്ന് വിചാരിക്കുക. നിങ്ങൾ സൗഹൃദത്തിൽ വളരോ? ആ മുഖം വീർപ്പിച്ചിരിക്കുന്ന ആളുടെ അടുത്തേക്ക് ഇനി പോകണ്ട എന്ന് വിചാരിക്കുക. ഹല്ലേലൂയ. അല്ലേ? നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ നിങ്ങൾ ചെല്ലുമ്പോ മുഖം വീർപ്പിച്ച് കാണിക്കുന്നതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ചില കുട്ടികളൊന്നും പറയുന്നില്ല, പറഞ്ഞ പോലെ കുട്ടിയൊന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ സാന്നിധ്യം. നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുകയാണ്. അച്ഛനോടൊരു കുടുംബം വന്നിട്ട് പറഞ്ഞു, അവര് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബം നാട്ടില് വന്നപ്പോ ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് നാട്ടിൽ വന്നിരിക്കുകയാണ്. നാട്ടില് അവരുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. പക്ഷേ അപ്പനും അമ്മയും അകത്ത് നിന്ന് ഇവരെ സ്വീകരിക്കാൻ അകത്തുണ്ട്. അകത്തിരുന്ന് എന്തൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവരെ സ്വീകരിക്കാൻ വേണ്ടി കേറി വാ മക്കളെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്നില്ല. അകത്തിരിക്കുകയാണ്. വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. ഇവര് വിദേശത്തുനിന്ന് വന്ന ബാഗും അപ്പനും അമ്മയ്ക്കൊക്കെ ഓണക്കോടിയും എല്ലാ കോടിയും പലതും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതകത്ത് കയറി തുറന്നിട്ട് വേണം അപ്പനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഈ കൊണ്ടുവന്നിരിക്കുന്ന സമ്മാനങ്ങളൊക്കെ പെട്ടിയൊക്കെ തുറന്നു കൊടുക്കാൻ. പക്ഷെ ഈ അപ്പനും അമ്മയും പുറത്തേക്ക് വരുന്നില്ല. എന്തിന്റെയൊക്കെ പേരില്, ചെറിയ പരിഭവങ്ങളുടെ പേരില് ചെറിയ പിറുപിറുപ്പുകളും മുറുമുറുപ്പുകളും ഒക്കെ ആയിട്ട് അകത്തിങ്ങനെ ഇരുന്ന് പിറുപിറുത്തു കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ചോദിക്കട്ടെ, ഇതിനെയാണോ സാന്നിധ്യത്തിലുള്ള ആനന്ദം എന്ന് പറയുന്നത്? നിങ്ങൾ വന്നത് ഞങ്ങൾക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് കമ്മ്യൂണിക്കേഷൻ. പ്രിയപ്പെട്ടവരെ, ആ കൊച്ചുങ്ങൾ ഇവിടെ വന്നപ്പോ, രണ്ട് പിള്ളേരിവിടെ വന്നപ്പോ, അച്ഛൻ സാധാരണ കുട്ടികളെ കാണുമ്പോ, കൊച്ചുങ്ങളെ കാണുമ്പോ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ ഇവര് കരയാണ്. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്തു പറ്റി? അച്ഛൻ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളെ എടുത്തൊന്ന് ചുംബിക്കുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നതാണ്, ഞങ്ങൾക്ക് അത് കിട്ടിയില്ല എന്നാണ്. അത് ഓർത്താണ് അവര് പറഞ്ഞത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഈ തിയറി നമ്മൾ ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് അപ്ലൈ ചെയ്തേ. എന്നിട്ട് ഈശോയുടെ സാന്നിധ്യത്തെ ഞാൻ എത്രമാത്രം വെൽക്കം ചെയ്യുന്നുണ്ട്, ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ഞാൻ എത്രമാത്രം ഓടിച്ചെല്ലുന്നുണ്ട്, ഈശോയുടെ സാന്നിധ്യത്തെ ഞാൻ എത്രമാത്രം വാരി പുണരുന്നുണ്ട് എന്നൊന്ന് ചിന്തിച്ചേ. പ്രിയപ്പെട്ടവരെ, 6-ാം സദനത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 5-ാം സദനമാണ്. അച്ഛന് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് സ്ട്രക്ചർ. അച്ഛൻ അതിന് സർപ്പാസ് ചെയ്ത് പറയാണ്, 6-ാം സദനത്തിൽ അമ്മ ത്രേസ്യ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ലവ് ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ്. ഈശോ മനുഷ്യ ശരീരത്തിലുള്ള ഈശോയെ നിങ്ങൾ ധ്യാനിക്കുകയും മനുഷ്യ ശരീരത്തിലുള്ള ഈശോയെ നിങ്ങൾ ധ്യാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നതാണ് സ്പിരിച്വൽ മാരേജ് എന്ന് പറയുന്ന 7-ാം തലത്തിലേക്ക് ഉയരുന്നതിനുള്ള മാർഗം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ ആവിലായിലെ തിരുനടയിൽ ഏറി വരുമ്പോ തന്നെ നമുക്ക് സ്നേഹിക്കാൻ ഈശോയുടെ മനുഷ്യ ശരീരത്തെ കണ്ട് മുറിവേറ്റ് നിൽക്കുന്ന, മുൾമുടി ചൂടി നിൽക്കുന്ന, കണ്ണിലൂടെ, മുഖത്തടങ്ങളിലൂടെ, കവിൾത്തടങ്ങളിലൂടെ, ചുണ്ടുകളിലൂടെ നമ്മെ പ്രതിയുള്ള സ്നേഹത്താൽ മുറിവേറ്റ് ചോരവാർന്നൊഴിക്കുന്ന ദേഹവുമായി
നിന്ദനങ്ങൾ, അപമാനങ്ങൾ നമുക്ക് വേണ്ടിയേറ്റ് ഇനി മുറിയപ്പെടാൻ ഒരു ഇടം ബാക്കിയില്ലാതെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഒരു ഒറ്റ മുറിവ് പോലെ ഒരു മനുഷ്യൻ നിൽക്കുന്നത് നമുക്ക് ആ മനുഷ്യ ശരീരത്തെ കണ്ട് സ്നേഹിക്കാൻ വേണ്ടിയാണെന്ന് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ഈശോയേ. അമ്മ ത്രേസ്യ പറയും, അവൻ മണവാളനെ പോലെ കൂടെയുള്ളത് ഭാവനയിൽ കാണുക. അവൻ പിതാവിനെ പോലെ നമ്മെ ചേർത്ത് പിടിക്കുന്നത് ഭാവനയിൽ കാണുക. കൂട്ടുകാരനെ പോലെ തോളിൽ കൈയിട്ട് നടക്കുന്നത് ഭാവനയിൽ കാണുക. ഒരു കാമുകനെ പോലെ കവിൾത്തടങ്ങളിൽ തുരുതുര ചുംബിക്കുന്നത് ഭാവനയിൽ കാണുക. ഹല്ലേലൂയ. അങ്ങനെ ഈശോയുടെ സാന്നിധ്യത്തിൽ ആനന്ദിച്ചുകൊണ്ട്, ഈശോയുടെ സാന്നിധ്യത്തിൽ ആനന്ദിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 29-30 തിരുവചനങ്ങൾ. യോഹന്നാൻ 3:29-30 വായിക്കാം. മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അടുത്തു നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. സ്നാപക യോഹന്നാൻ തന്നെ കുറിച്ച് പറയാണ്, ഞാൻ അവന്റെ സ്നേഹിതനാണ്. അവന്റെ സ്വരം കേട്ടപ്പോൾ ആ സ്നേഹിതനായ ഞാൻ തുള്ളിച്ചാടുകയാണ്, ഞാൻ സന്തോഷിക്കുകയാണ്. എന്നിട്ട് അവൻ പറയാണ്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ സൗഹൃദത്തിലുള്ള, സാന്നിധ്യത്തിലുള്ള ആഘോഷം എന്ന് പറയുന്നത്. ഈശോയുടെ സാന്നിധ്യം നീ ആഘോഷിക്കുക. സെലിബ്രേറ്റ് ദ പ്രസൻസ് ഓഫ് ജീസസ്. നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, കാവലായ എൻ്റെ ഈശോ പിന്നിലുണ്ട്, കരുതലായ എൻ്റെ ഈശോ ഉള്ളിലുണ്ട്, വഴി നടത്തും എൻ്റെ ഈശോ മുന്നിലുണ്ട്, ഏക സത്യ ദൈവമീശോ മുകളിലുണ്ട്, കാവലായ എൻ്റെ ഈശോ പിന്നിലുണ്ട്, കരുതലായ എൻ്റെ ഈശോ ഉള്ളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവൻ പിറകിലുണ്ട്, അവൻ ഉള്ളിലുണ്ട്, അവൻ മുമ്പിലുണ്ട്, അവൻ മുകളിലുണ്ട്. സെലിബ്രേറ്റ് ഹിസ് പ്രസൻസ്. ഈ പ്രസൻസിന്റെ സാന്നിധ്യത്തിലാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിലെ പ്രഭാഷണത്തിൽ തപാസ്നച്ചൻ നിങ്ങളോട് ചോദിച്ചു, പൗലോസിനും സീലാസിനും ആ തടവറയിൽ കിടന്ന് അർദ്ധരാത്രിയോടടുത്ത് തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലമായ സമാധാനമുണ്ടായിരുന്നത് കൊണ്ടാണ്. ആ സമാധാനം എങ്ങനെയാണ് ഉണ്ടായത്? ആ സമാധാനമുണ്ടായത് ഈശോയുടെ സാന്നിധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ്. കയ്യടിച്ച് കർത്താവ്. തടവറയിലും നീ ആരെ കാണും? ഈശോയെ കാണും. മുറിവുകളിൽ നീ ആരെ കാണും? മുറിവേറ്റവനെ കാണും. നിന്റെ ബന്ധനങ്ങളിൽ നീ ആരെ കാണും? ബന്ധിക്കപ്പെട്ടവനെ കാണും. നിന്റെ കുരിശുമരത്തിൽ നീ ആരെ കാണും? ക്രൂശിക്കപ്പെട്ടവനെ കാണും. നിന്റെ മരണത്തിൽ നീ ആരെ കാണും? മരിച്ചടക്കം ചെയ്യപ്പെട്ടവനെ കാണും. അങ്ങനെ കണ്ടാൽ നീ മരിച്ചടക്കം ചെയ്യപ്പെട്ടത് ഉയർത്തെഴുന്നേറ്റവന്റെ കൂടെ നിനക്ക് നിന്നെയും കാണാൻ കഴിയും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അതുകൊണ്ടാണ് തടവറയിൽ കിടന്നുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം പൗലോസ് എഴുതുന്നത്. പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസിന്റെ കൈത്തണ്ടയിൽ ചങ്ങലയുണ്ട്. ചങ്ങലയിട്ട കയ്യിൽ പേന പിടിച്ചുകൊണ്ട് പൗലോസ് എഴുതിയ ഒരു വാചനമാണ് ഫിലിപ്പി 4:4 എന്ന് പറയുന്നത്. നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാനമായ മനോഹരമായ ഒരു വചനമാണ് ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ. ഹബക്കൂക്ക് 3:17 എഴുതി വെച്ച അച്ഛന്റെ ഒപ്പം വായിച്ചോ.
ഹബക്കൂക്ക് 3:17 അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കളില്ലാതെയായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടമാലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതെയായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. ഈ ലോകത്തിലെ വേറെന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് കരുതിയുള്ള തുള്ളിച്ചാട്ടമല്ല, ഓണപ്പൂക്കളം കണ്ടിട്ടുള്ള തുള്ളിച്ചാട്ടമല്ല, അല്ലേ? വേറെന്തെങ്കിലും കണ്ടുകൊണ്ടുള്ള തുള്ളിച്ചാട്ടമല്ല, എന്തെങ്കിലും ഉണ്ടായിട്ട് ചാടിയതല്ല, കർത്താവുള്ളത് കൊണ്ട് ഞാൻ കുതിച്ചു ചാടിയതാണ്. നമ്മളോട് ചിലപ്പോൾ ആരെങ്കിലും ചോദിച്ചേക്കാം, നീ എന്ത് കണ്ടിട്ടാണ് ഈ തുള്ളിച്ചാടുന്നതെന്ന്? നിനക്ക് എന്തുണ്ടായിട്ടാണ് നീ തുള്ളിച്ചാടുന്നതെന്ന്? ഉത്തരം ഇതാണ്, ഞാൻ എനിക്കൊന്നുമില്ലെന്നേ, എന്റെ അത്തിവൃക്ഷം പൂക്കുന്നില്ല, എന്റെ മുന്തിരിയിൽ ഫലങ്ങളില്ല, എന്റെ ആലയിൽ ആടുകൾ അറ്റുപോയിരിക്കുന്നു, കാലി കൂട്ടമില്ലാതെയായിരിക്കുന്നു, വയലിൽ ധാന്യം വിളയുന്നില്ല. എങ്കിലും ഇതൊന്നുമില്ലെങ്കിലും ഉള്ള ഒരു കാര്യമുണ്ട്, അത് എന്റെ കർത്താവുണ്ട് എന്നുള്ളതാണ്. ഞാൻ കടമെടുത്തത് എനിക്ക് വീട്ടാൻ പറ്റിയിട്ടില്ല, ലോൺ എടുത്തത് അടച്ചു തീർന്നിട്ടില്ല, ജപ്തി നോട്ടീസ് വീടിന്റെ വാതിലിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, എന്നിൽ നിന്ന് പണം കൊണ്ടുപോയ പലരും എനിക്ക് തിരിച്ചു തന്നിട്ടില്ല, ഞാൻ കടുത്ത കടബാധ്യതയിലാണ്, സ്വന്തമായി ഒരു ഭവനം പണിയാൻ കഴിഞ്ഞിട്ടില്ല, മക്കൾക്ക് ഫീസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, വീട്ടില് അന്നേപ്പം ഇങ്ങനെ കഷ്ടിച്ചിങ്ങനെ പോകുന്നു, ഓരോ ദിവസത്തെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും എന്തുകൊണ്ടാണ് നിന്റെ മുഖത്തിന് ഇത്ര വെളിച്ചം? എന്തുകൊണ്ടാണ് നിന്റെ ഹൃദയത്തിന് ഇത്ര പ്രകാശം കുഞ്ഞേ? കാരണം എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട് എന്നതാണ്. നീ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നീ ആനന്ദിച്ചാൽ നീ കർത്താവിന്റെ സൗഹൃദം അനുഭവിക്കും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്റെ ഒരു പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടിയിട്ടില്ല, എഴുതിയ പരീക്ഷകളൊന്നും ജയിച്ചിട്ടില്ല, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത് ബ്രേക്കപ്പ് ആയി കിടക്കാട്, അങ്ങനെ ആകെ പൊടിയും ചാരവുമാണെന്ന് ലോകം വിലയിരുത്തുമ്പോഴും എന്റെ കൂടെ എന്റെ കർത്താവുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയാണ് എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവന് ക്രെഡിറ്റ് കൊടുക്കുക, അതാണ് അവന്റെ സാന്നിധ്യത്തിൽ ആനന്ദിക്കുക എന്ന് പറയുന്നത്. ഏഴാമത്തെ കാര്യം, ഈശോയുമായി സൗഹൃദത്തിൽ വളരാൻ മനോഹരമായൊരു കാര്യമാണ് നിഷ്കളങ്കമായും മധുരമായും സംസാരിക്കുക. എഴുതി വച്ചോ. ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിൽ വളരുന്നതിനുള്ള കാര്യങ്ങള് നിങ്ങളുടെ വീട്ടിൽ റിലേഷൻഷിപ്പ് വളരുന്നതിനും ഈ തിയറി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. യുവതി യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചെഴുതി വെക്കുക, പ്രായമായവരും പ്രത്യേകം ശ്രദ്ധിച്ചെഴുതി വെക്കുക. നിഷ്കളങ്കമായും മധുരമായും, നിങ്ങൾ എന്തോന്നും മിണ്ടാത്തത്? ഒന്ന് ഏറ്റു പറഞ്ഞേ, നിഷ്കളങ്കമായും മധുരമായും സംസാരിക്കുക. ചില ആളുകൾ പറയും, അച്ഛാ ഏതെങ്കിലും ഒന്ന് പോരെ എന്ന് വയ്ക്കും. ഒന്ന് പോരാ, രണ്ടും വേണം. ഒന്ന് നിഷ്കളങ്കമായിരിക്കണം, രണ്ട് മധുരമായിരിക്കണം. മധുരമായ മാത്രം പോരാ, ഈസ് വെരി സ്വീറ്റ് അല്ലേ? ഭയങ്കര സ്വീറ്റാണ്, പക്ഷെ കള്ളനാണ്. സ്വീറ്റായ പോരാ, നിഷ്കളങ്കമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യയുടെ ചില പ്രാർത്ഥനകള് നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്ന് പൊന്തി വന്ന മധുരമുള്ള ചില പ്രാർത്ഥനകളുണ്ട്. ഒരെണ്ണം വെച്ച് നിങ്ങൾ പറഞ്ഞു തരാം. അമ്മ ത്രേസ്യ പറയാണ്, ഈശോയെ, ശ്രദ്ധിച്ചോ, നിന്റെ സ്വന്തമാകാനുള്ള എന്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണമേ. അതാണ് ഒരു പ്രാർത്ഥന. നിഷ്കളങ്കമാണ്, മധുരമാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ ആരാണെങ്കിലും വീണുപോകും, ഇല്ലേ? നിന്റെ സ്വന്തമാകാനുള്ള എന്റെ ആഗ്രഹത്തെ എഴുതി വെക്കാൻ പേപ്പറില്ലാത്ത ഒരു മൊബൈൽ റെക്കോർഡ് ചെയ്ത് വെച്ചു. നിന്റെ സ്വന്തമാകാനുള്ള എന്റെ ആഗ്രഹത്തെ
ശക്തിപ്പെടുത്തണമേ. എന്നിട്ട് അമ്മ തെരേസ വീണ്ടും പ്രാർത്ഥിച്ചു, എൻ്റെ ജീവിതത്തിന്റെ ഓരോ ദിനത്തിലും ഓരോ നിമിഷത്തിലും നിന്റെ ഇഷ്ടം മാത്രം നിറവേറ്റാൻ എനിക്ക് ശക്തി തരണമേ. നിഷ്കളങ്കമായി മധുരമായി സംസാരിക്കാം. ഹല്ലേലൂയ. അല്ലെങ്കിൽ അമ്മ തെരേസ പറയാണ്, ഈശോയെ എൻ്റെ ഹൃദയം നിനക്ക്, നിന്റെ ഹൃദയം എനിക്ക്. ഇല്ല, ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. മറ്റേ വാലന്റൈൻസ് ഡേയിൽ കുട്ടികൾ ഹൃദയത്തിന്റെ രൂപമുണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് പറയും, എൻ്റെ ഹൃദയം നിനക്ക്, നിന്റെ ഹൃദയം എനിക്ക്. അങ്ങനെ ഇപ്പൊ രണ്ടുപേരുടെയും കയ്യിൽ ലവ് ചിഹ്നമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്കമായി മധുരമായി സംസാരിക്കുക. ആരോട്? ഈശോയോട്. അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. കൊച്ചു ത്രേസ്യയുടെ ഒരു പ്രാർത്ഥന ഇങ്ങനെ ഉണ്ട്, നിഷ്കളങ്കമായ മധുരമായ പ്രാർത്ഥന. ഈശോയെ, നിന്നെ ഡിസ്പ്ലീസ് ചെയ്യാനുള്ള, നിനക്ക് ദുഃഖം തരാനുള്ള എൻ്റെ ഫ്രീഡം. നമുക്ക് ഒരു ഫ്രീഡം ഉണ്ട്, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ട്, ഇല്ലേ? അതായത് പാപം ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ കൊച്ചു ത്രേസ്യ ഈശോയോട് പറയാണ്, ഈശോയെ, നിനക്കിഷ്ടമില്ലാത്തത് ചെയ്യാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം അങ്ങ് എടുത്തു മാറ്റണമേ. അതുകൊണ്ട് എനിക്കിനെ നിനക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട. നിഷ്കളങ്കമായി മധുരമായി സംസാരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ വിശുദ്ധ അഗസ്തീനോസ് ഈശോയോട് പറയാണ്, ദൈവമേ, നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ, നിന്നിൽ ലയിച്ചു ചേരുന്നത് വരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്. എനിക്ക് ഈ ഭൂമിയിൽ എന്ത് കിട്ടിയാലും കാര്യമില്ല, നിന്നിൽ ലയിച്ചു ചേരുന്നത് വരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്. ഇതാണ് നിഷ്കളങ്കവും മധുരവുമായ ഈശോയോടുള്ള പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. കൂടുതലുണ്ട്. ഓരോ വിശുദ്ധന്റെയും ജീവിതം, ഫ്രാൻസിസ് അസീസിയുടെയും വിശുദ്ധ അന്തോണീസിന്റെയും ഒക്കെ ജീവിതം നിങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ ഇതുപോലെ നിഷ്കളങ്കമായ മധുരമുള്ള പ്രാർത്ഥനകൾ കിട്ടും. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നിന്റെ സ്നേഹത്തിന്റെ ഉയരവും നീളവും വീതിയും ഗ്രഹിക്കാൻ എൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറന്നു തരണമേ. വേറൊന്നും വേണ്ട. ഹല്ലേലൂയ. അല്ലേ? അതുപോലെയുള്ള നമ്മുടെ പ്രാർത്ഥനകളാണ്. ഈശോയെ, ഈശോ ഈശോ ഈശോയെ പോലെ ആയാ മതി, എനിക്ക് വേറൊന്നും. കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. അല്ലെങ്കിൽ അമ്മ ത്രേസ്യയെ ആകർഷിച്ച മറ്റൊരു മധുരമുള്ള പ്രാർത്ഥനയാണ്, എൻ മിഴികൾക്ക് തവ ദർശനം നൽകണമേ. നമ്മൾ ഈശോയോട് പറയുന്ന മധുരമുള്ള ഒരു കാര്യമാണ് എന്ത്? എൻ മിഴികൾക്ക് തവ ദർശനം നൽകണമേ. നിന്നെ ഒന്ന് എനിക്ക് കണ്ടാ മതി, അല്ലേ? ഈ ഭൂമിയിലുള്ളതൊന്നും എനിക്ക് വേണ്ട. ആരായാലും വീണു പോവില്ലേ? നിങ്ങളിത് നിങ്ങളുടെ ഭർത്താവിനോടാണ് പറയുന്നതെന്ന് വിചാരിക്കേ. ചേച്ചിമാര് ചെന്നിട്ട് ചേട്ടനോട് പറയാണ്, ചേട്ടാ, ചേട്ടന്റെ ആ തിരുമുഖം ഒന്ന് കണ്ടാ. അല്ലെങ്കിൽ ചേട്ടന്മാര് ചെന്നിട്ട് പറയാണ്, തിൻ തിരുദർശനം തവ ദർശനം, എൻ മിഴികൾക്ക് തവ ദർശനം. അപ്പൊ നമ്മൾ ചോദിക്കാറില്ലേ, എപ്പോഴാണ് കാണുന്നത്, എപ്പോഴാ കാണാൻ പറ്റുന്നത് ചോദിക്കാറില്ലേ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്കമായി മധുരമായി നമ്മൾ ആരോട് സംസാരിക്കണം? പ്രിയപ്പെട്ടവരെ, ഈ ആഭ്യന്തര ഹർമ്മ്യത്തിന്റെ ഓരോ പുസ്തകങ്ങളിൽ, ഇപ്പൊ നിങ്ങൾക്ക് ആഭ്യന്തര ഹർമ്മ്യം ഒന്നെടുത്ത് വായിച്ചാൽ മതി. നിങ്ങൾ ഇനി ഇതിൽ കൂടുതലുള്ളത് കിട്ടും. അപ്പോൾ ഓരോ പേജുകളിലും നമ്മൾ കണ്ടെത്തുന്നത് ഇതുപോലെ ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിൽ വളരുന്നതിനുള്ള ചെറിയ ചെറിയ സൂത്രങ്ങളാണ്, ടെക്നിക്കുകളാണ്. ഇനി അപ്പൊ അച്ഛനത് വിടുകയാണ് ഇപ്പോ തൽക്കാലത്തേക്ക്. 8ാമതായി, സ്ഥിരതയോടെ ത്യാഗമനോഭാവത്തോടെ സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കുക? സ്ഥിരതയോടെ ത്യാഗമനോഭാവത്തോടെ സ്നേഹിക്കുക. ഒരു സഹോദരി, അവൾക്ക് ഇപ്പോ 4 കുട്ടികളുണ്ട്. 4 അവിടെ 3 ആണോ?
അപ്പോൾ ഈ സഹോദരി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഈ മൂത്ത കുട്ടി എന്റെ ഭർത്താവിന്റെ കുട്ടിയല്ല. അപ്പോ എനിക്ക് വിവാഹത്തിന് മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ റിലേഷൻഷിപ്പ് വിവാഹത്തിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഞാൻ പ്രഗ്നന്റ് ആയതിന് ശേഷം അവൻ എന്നെ ഉപേക്ഷിച്ചു പോയി. എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും ദുഃഖദുരിതങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് പക്ഷെ ഞാൻ ഈ കുട്ടിയെ നശിപ്പിക്കാൻ തയ്യാറായില്ല. ഞാൻ മദർ തെരേസ സിസ്റ്റേഴ്സിന്റെ ഗവൺമെന്റില് അവർ എനിക്ക് അഭയം തന്നു. അവിടെ ഞാൻ 3 മാസം താമസിക്കുകയും കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ഇതൊക്കെ അറിഞ്ഞ മറ്റൊരു സഹോദരൻ എന്നെ ഭാര്യയായി സ്വീകരിച്ചു. ആ ബന്ധത്തിലുള്ളതാണ് മറ്റു 2 കുട്ടികൾ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ സ്ഥിരതയില്ലാത്ത സ്നേഹം, സ്ഥിരതയില്ലാത്ത പ്രണയം, അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോ, തെറ്റിദ്ധാരണകൾ ഉണ്ടായപ്പോ, പ്രയാസങ്ങൾ ഉണ്ടായപ്പോ വിട്ടുപേക്ഷിച്ചു പോയ പ്രണയമാണ്. ഇനി ഈശോയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുന്നു, പീഡനങ്ങൾ ഉണ്ടാകുന്നു. പത്രോസിനും പൗലോസിനും ഒക്കെ ഉണ്ടായതുപോലെ കാരാഗ്രഹങ്ങൾ ഉണ്ടാകുന്നു, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, മാനസിക വിഷമങ്ങൾ ഉണ്ടാകുന്നു. ഇപ്രകാരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ നീ സ്ഥിരതയോടെ സ്നേഹിക്കുമോ? എത്രയോ ശുശ്രൂഷകരാണ് ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്നതിന്റെ പേരിൽ ശുശ്രൂഷ അവസാനിപ്പിച്ചിട്ടുള്ളത്. എത്രയോ വൈദികരാണ്, സന്യസ്തരാണ് ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്നതിന്റെ പേരിൽ ശുശ്രൂഷ അവസാനിപ്പിച്ചിട്ടുള്ളത്. ചെയ്തുകൊണ്ടിരുന്ന പുണ്യപ്രവർത്തികൾ ഇനി ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈശോയുമായിട്ടുള്ള സൗഹൃദമാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ, ഇഫ് നോട്ട് ഓക്കെ, ലീവ്. ബട്ട് ഇഫ് യുവർ ഗോൾ ഈസ് യുവർ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ജീസസ്, നിന്റെ ലക്ഷ്യം ഈശോയുമായിട്ടുള്ള സൗഹൃദമാണെങ്കിൽ നിന്റെ സഹനങ്ങളിൽ നീ ത്യാഗമനോഭാവത്തോടുകൂടെ, സ്ഥിരതയോടുകൂടെ അവന്റെ കാൽച്ചുവട്ടിൽ തന്നെ ഉണ്ടാകും എന്നതാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഒരു ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ കുറെ കടബാധ്യതകൾ വരുത്തി വെച്ചു. എന്റെ ഭാര്യ ഞാൻ സമ്പാദിച്ചത് മാത്രമല്ല, ഭാര്യ സമ്പാദിച്ചത്, 2 പേരും വിദേശത്തായിരുന്നു, സമ്പാദിച്ചത് മുഴുവനും ചില ബിസിനസ്സുകളിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു. കോടികൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു. സമ്പാദിച്ചിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അവസാനം നാട്ടിലൊരു വീട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതടക്കം പണയം വെച്ചിട്ട് ആ പൈസ ഇവിടെ നിന്ന് വിദേശത്ത് കൊണ്ടുപോയി ഒരു 60-70 ലക്ഷം അവിടെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ നാട്ടിലുള്ള വീടും പോയി. അവിടെ വിദേശത്തുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ നശിപ്പിച്ചു. ഭാര്യയുടെ പേരിൽ ലോൺ എടുത്തിട്ട് അതും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം 10-15 കോടിയോളം രൂപ നഷ്ടപ്പെടുത്തി നിൽക്കുന്ന ഭർത്താവ്. എന്നിട്ട് ഈ ഭർത്താവ് പറയാണ്, പക്ഷെ ഇപ്പോ ഏകദേശം 2-3 വർഷമായി ഇന്നേ വരെ എന്റെ ഭാര്യ ഞാൻ ചെയ്ത എന്റെ തെറ്റായ തീരുമാനങ്ങളായിരുന്നു. ഞാൻ അവളോട് ചർച്ച ചെയ്തിട്ട്, അവളോട് ചോദിച്ചിട്ട്, അവളുടെ സമ്മതത്തോടു കൂടിയൊന്നും ചെയ്തതല്ല. എനിക്ക് തോന്നി, ശരിയെന്ന് തോന്നി ചെയ്തതാണ്, കൊണ്ടുപോയി നശിപ്പിച്ചതാണ്. പക്ഷെ എൻ്റെ ഭാര്യ ഇന്നേ വരെ എന്നെ കുറ്റപ്പെടുത്തി, എന്റെ നേരെ വിരൽ ചൂണ്ടുകയോ, എന്നിൽ നിന്ന് വിട്ടകന്നു പോവുകയോ, എന്നെ പരിത്യജിക്കുകയോ ചെയ്തിട്ടില്ല. ഈ ഇല്ലായ്മകളിൽ എല്ലാറ്റിൻ്റെയും സമൃദ്ധിയുടെ കാലഘട്ടങ്ങളിൽ അവൾ ഉണ്ടായിരുന്നു. ഇപ്പോ ഒന്നുമില്ലാത്തപ്പോഴും അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് അഭിമാനത്തോടുകൂടെ, ഹൃദയത്തിലൊരു തേങ്ങലോടുകൂടെ ഈ ഭർത്താവ് പറഞ്ഞത് അച്ഛൻ ഓർക്കുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കണ്ണീരിൽ കുതിർന്ന ഒത്തിരിയേറെ കഥകളുണ്ട്. ത്യാഗമനോഭാവത്തോടെ ചേർന്ന് നിന്നതിന്റെ കഥകൾ. വിട്ടുപേക്ഷിച്ചു പോകാൻ 10,000 കാരണങ്ങൾ ഉണ്ടായിരുന്നേ. എന്നിട്ടും ത്യാഗമനോഭാവത്തോടുകൂടെ ചേർന്ന് നിന്നത് കൊണ്ടാണ് ഇന്ന് നിന്റെ കുടുംബമുള്ളത്.
ഈ കഥ ത്യാഗമനോഭാവത്തോടെ സ്ഥിരതയോടുകൂടെ ചേർന്ന് നിന്നതിന്റെ കഥ, അതെന്റെ കുടുംബത്തിന്റെ കഥയാണ്, അതെന്റെ വീടിന്റെ കഥയാണ്, അതെന്റെ അപ്പന്റെ കഥയാണ്, അതെന്റെ അമ്മയുടെ കഥയാണ്, അതെന്റെ ഭർത്താവിന്റെ കഥയാണ്, എന്റെ ഭാര്യയുടെ കഥയാണ്, എന്റെ മക്കളുടെ കഥയാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, സമാനമായ ഒരു ബിബ്ലിക്കൽ ഉദാഹരണമാണ് ജോനാഥന്റെയും ദാവീദിന്റെയും സൗഹൃദത്തിന്റെ കഥ. ദാവീദ് വളർന്നാൽ ജോനാഥിന് അറിയാം ജോനാഥന് കിട്ടാനിരിക്കുന്ന രാജകിരീടവും ചെങ്കോലും സിംഹാസനവും ദാവീദിന് പോകും. അപ്പോൾ ജോനാഥന് ചെങ്കോല് കിട്ടാൻ, കിരീടം കിട്ടാൻ, സിംഹാസനം കിട്ടാൻ അവന്റെ മുമ്പിൽ ഇനി ഒരു വഴിയുള്ളൂ, അത് ദാവീദിനെ തീർക്കുക എന്നതാണ്. അതിനു വേണ്ടിയാണ് തന്റെ മകന് ജോനാഥന് പിന്തുടർച്ചാവകാശം കിട്ടണം, രാജാവാക്കണം. അതിനു വേണ്ടിയാണ് സാവൂള് ദാവീദിനെ കൊല്ലാൻ വേണ്ടി നടന്നത്. പക്ഷേ ജോനാഥൻ എന്താ ചെയ്തത്? ജോനാഥൻ ദാവീദിനെ സംരക്ഷിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ചെങ്കോല് വേണ്ടടേ, എനിക്ക് സിംഹാസനം വേണ്ട, എനിക്ക് നീയാണ് വലുത്. നീ സിംഹാസനത്തിൽ ഇരിക്കുമ്പോ നിന്റെ കൂട്ടുകാരനായിട്ട് എന്നെ ഒന്ന് പരിഗണിച്ചാ മതി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതാണ് സൗഹൃദം. ത്യാഗമനോഭാവത്തോടെ സ്ഥിരതയോടുകൂടെ എന്തു വന്നാലും വിട്ടുപോകാത്ത ആ സ്നേഹത്തെ കുറിച്ചാണ് യാക്കോബ് ശ്ലീഹ 1-ാം അധ്യായം 2-3 തിരുവചനങ്ങളിൽ പറയുന്നത്. യാക്കോബ് 1-ാമത്തെ തിരുവചനം വായിച്ചേ. എന്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ സന്തോഷിക്കുവിൻ. എന്തുകൊണ്ടാണ്? എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. ഈശോയുമായി സൗഹൃദത്തിൽ വളരാനുള്ള ഒരു 8 കാര്യങ്ങളാണ് നമ്മൾ പങ്കുവച്ച് കഴിഞ്ഞത്. ഒന്നാമതായി നമ്മൾ പറഞ്ഞു ഈശോയുടെ അടുത്തിരിക്കുക. രണ്ടാമതായി അവിടത്തെ ഭയപ്പെടുക. മൂന്നാമതായി പറയുന്നത് ശ്രദ്ധിക്കുക. 4 ദൈവം തരുന്ന ഉപദേശങ്ങളിലും തിരുത്തലുകളിലും ആനന്ദിക്കുക. 5 കർത്താവ് പറയുന്നത് അനുസരിക്കുക. 6 ഈശോയുടെ സാന്നിധ്യം ആഘോഷിക്കുക. 7 നിഷ്കളങ്കമായും മധുരമായും സംസാരിക്കുക. 8 സ്ഥിരതയോടെ ത്യാഗമനോഭാവത്തോടെ സ്നേഹിക്കുക. പ്രിയപ്പെട്ടവരെ, അടുത്ത ആഴ്ച അച്ഛൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അമ്മ ത്രേസ്യ ഈശോ എങ്ങനെയുള്ള ഒരു സുഹൃത്താണ്, വാട്ട് ടൈപ്പ് ഓഫ് ഫ്രണ്ട് ജീസസ് ഈസ് എന്ന് പറയുന്നതാണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അവൻ ഏത് ടൈപ്പാണെന്ന് ചോദിക്കാറില്ലേ? എടി, അവൻ ഏത് ടൈപ്പാണ്, അല്ലെങ്കിൽ അവൾ ഏത് ടൈപ്പ്, ഈശോ ഏത് ടൈപ്പാണ് എന്നുള്ളത് നമ്മെ ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിലേക്ക് വളർത്തും. അപ്പോൾ ഈശോ എങ്ങനെയുള്ള സ്നേഹിതനാണെന്നുള്ള വിചിന്തനത്തിലൂടെയാണ് നമ്മൾ അടുത്ത ആഴ്ച യാത്ര ചെയ്യുന്നത്. ഒരുങ്ങി പ്രാർത്ഥിച്ചു വരിക. കണ്ണുകളടക്കാം.